പക്ഷെ നീ പറയുന്നത് അവൻ കേട്ടാ മാത്രമാണ് നിനക്ക് വിലയുണ്ടാവുക. ഓർത്തോ. എഡ്വിൻ വീണ്ടും ചേതൻ അപമാനിച്ചു. എഡ്വിൻ, നിന്റെ ഈ സംസാരം അതാണ് എനിക്ക് സഹിക്കാൻ പറ്റത്. ഞാൻ എനിക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കും. കേൾക്കണോ വേണ്ടോ എന്നുള്ളത് ആ വിദ്യാർത്ഥിയുടെ ഇഷ്ടമാണ്. അതിന് നീ എന്തിനാണ് ഈ വാചകം അടിക്കുന്നത്? ചേതൻ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ശരി, നീ വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലോ. നിന്റെ കഴിവെന്താന്ന് ഇപ്പൊ അറിയാം. നമുക്ക് ഈ മത്സരം കുറച്ചുകൂടെ രസകരമാക്കാം. എഡ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ മത്സരത്തിൽ ഞാൻ ജയിച്ച നിന്റെ സ്റ്റുഡന്റ് മേഘ ഇനി എന്റെ സ്റ്റുഡന്റ് ആയിരിക്കും. എഡ്വിൻ പറഞ്ഞു. അതുപോലെ തന്നെ നീ തോറ്റാ നിന്റെ സ്റ്റുഡന്റ് ഋഷി എന്റെ അടുത്തേക്ക് വരണം. മുന്നിൽ വന്നു നിന്ന ഋഷിയെ നോക്കി ചേതൻ പറഞ്ഞു. എഡ്വിൻ അല്പസമയം ആലോചിച്ചു. ശരി, ഡീൽ. ഞാൻ തോറ്റാ ഇവിടെ നിൽക്കുന്ന ഋഷിയില്ലേ, അവൻ ഇന്നു മുതൽ നിന്റെ സ്റ്റുഡന്റ് ആയിരിക്കും എന്ന് എഡ്വിൻ പറഞ്ഞതും, സാർ എന്താണ് പറയുന്നത്? ഇയാളുടെ കൂടെ ചേരാൻ എന്നെ കൊണ്ട് പറ്റില്ല. പരിഭ്രമത്തോടെ ആ പുതിയ വിദ്യാർത്ഥി പറഞ്ഞു. എഡ്വിൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഋഷി പ്രതീക്ഷിച്ചില്ല. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 മാർക്ക് നേടിയ പ്രൊഫസറെ അംഗീകരിക്കാൻ അവന്റെ മനസ്സ് ഒട്ടും തയ്യാറല്ലായിരുന്നു. പേടിക്കണ്ട ഋഷി, ഞാൻ തോക്കില്ല, എഡ്വിൻ ഉറപ്പോടെ പറഞ്ഞു. എഡ്വിന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം അവന് ധൈര്യമേകി. ഋഷി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ചേതനെ ഒട്ടും വകവയ്ക്കാതെ അവൻ തന്റെ കൈകൾ ചുഴറ്റി മുഷ്ടിതന്ത്രം ചെയ്യാൻ